നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തെ തുടർന്നുണ്ടായ ഔദ്യോഗിക വിലാപയാത്രകൾക്കും ശവസംസ്കാര ചടങ്ങുകൾക്കും പിന്നാലെ ഇറാനിൽ ശനിയാഴ്ച പ്രത്യേക അനുശോചന ചടങ്ങുകൾ നടക്കുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് നടന്ന മാരകമായ വ്യോമാക്രമണത്തിലാണ് ഖമേനിക്ക് ജീവൻ നഷ്ടമായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും ശനിയാഴ്ച മഗ്രിബ് ഇഷ പ്രാർത്ഥനകൾക്ക് ശേഷം ഖൂമിലെ പ്രശസ്തമായ ഹസ്രത്ത് മസുമെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഇമാം ഖമേനി പോർട്ടിക്കോയിലാണ് അനുശോചന ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഖമേനിയുടെ മകനും ഇറാന്റെ പുതിയ പിൻഗാമിയുമായി പ്രഖ്യാപിക്കപ്പെട്ട മൊജ്തബ ഖമേനി ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പൊതുവേദികളിൽ നിന്നോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പൂർണ്ണമായും മാറി നിന്നിരുന്ന മൊജ്തബ സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് പോലും പങ്കെടുത്തിരുന്നില്ല. ഖമേനിയുടെ 3 ആൺമക്കൾ എല്ലാ പരിപാടികളിലും പങ്കെടുത്തപ്പോഴും മൊജ്തബ എവിടെയെന്ന ചോദ്യം ഉയർന്നിരുന്നു. മൊജ്തബ പുറത്തു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനേറ്റ പരിക്ക് ലോകമാകെ കാണാൻ സാധിക്കും എന്നത് മാത്രമാണോ, അതോ മൊജ്തബയുടെ ഒളിത്താവളത്തെക്കുറിച്ച് മൊസാദിനും ഇസ്രയേലിനുമൊക്കെ അറിവ് ലഭിക്കുന്നതാണോ പ്രശ്നമെന്ന ചർച്ചകളുമൊക്കെ വന്നിരുന്നു. എന്തായാലും ഒടുവിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് മൊജ്തബ വരുമോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം വലിയ രീതിയിലുള്ള ഉറ്റുനോക്കുകയാണ്. ഇതുവരെ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളോ വീഡിയോകളോ ഔദ്യോഗിക ചാനലുകൾ പുറത്തുവിട്ടിട്ടില്ലാത്തതിനാൽ ഈ ചടങ്ങിന് വലിയ ആഗോള പ്രാധാന്യമുണ്ട്. പിതാവിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ മാർച്ച് ആദ്യ വാരത്തിലാണ് മൊജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി ക്ലറിക്കൽ കൗൺസിൽ നിശ്ചയിച്ചത്. എന്നാൽ അദ്ദേഹം പൊതുരംഗത്ത് സജീവമല്ലാത്തത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും വഴി തുറന്നിരുന്നു. തന്റെ പിതാവിന്റെ ജീവനെടുത്ത അതേ സൈനിക ആക്രമണത്തിൽ മൊജ്തബയ്ക്ക് മാരകമായ പരിക്കുകൾ പറ്റിയിരുന്നുവെന്നാണ് ടെഹ്റാനിലെ ഉന്നത വൃത്തങ്ങൾ നൽകിയ സൂചന. മുഖത്തിന് സംഭവിച്ച വൈരൂപ്യവും കൈകാലുകൾക്കേറ്റ ഗുരുതരമായ പരിക്കുകളും കാരണം അദ്ദേഹം ദീർഘനാളായി തീവ്രമായ ചികിത്സയിലായിരുന്നു. നിലവിൽ ആരോഗ്യം വീണ്ടെടുത്തു വരുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തക്കവണ്ണം മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടാതെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനിയും വ്യോമാക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന കടുത്ത സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തെ കനത്ത സുരക്ഷയിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മജാദിലെ ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിൽ ഖമേനിയുടെയും ഒപ്പം കൊല്ലപ്പെട്ട മറ്റു 4 കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്തതോടെയാണ് ആഴ്ചകൾ നീണ്ട വിലാപ ചടങ്ങുകൾക്ക് സമാപനമായത്. മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക സമാധാനം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാൻ നിശ്ചയിക്കാത്ത കപ്പൽ പാതയിലൂടെ പോയ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇനിയും ഖമേനിയുടെ മകൻ പുറം ലോകത്തേക്ക് എത്തുമോ എന്നതും ചർച്ചയാവുന്നുണ്ട്. എന്തായാലും വിലാപയാത്രയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കടുത്ത കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു. പരമോന്നത നേതാവിന്റെ രക്തത്തിന് പകരമായി ട്രംപിനെ വധിക്കുമെന്നാണ് ജനക്കൂട്ടം പരസ്യമായി വിളിച്ചു പറഞ്ഞത്. 4 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ഖമേനിയുടെ ഭരണത്തിനാണ് ഈ മരണത്തോടെ ഇറാനിൽ അന്ത്യമായിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളും ആഭ്യന്തര പ്രക്ഷോഭങ്ങളും കാരണം രാജ്യം കടുത്ത ആഭ്യന്തര പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് അധികാര കൈമാറ്റവും നടന്നത്. 1989 അധികാരമേറ്റെടുത്ത ഖമേനി രാജ്യത്തെ എല്ലാ സൈനിക, രാഷ്ട്രീയ, സാമ്പത്തിക അധികാരങ്ങളും തന്റെ ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിനെയും പ്രസിഡന്റിനെയും നിഷ്പ്രഭമാക്കുകയുമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നേതാവായ മൊജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയും ആഗോള രാഷ്ട്രീയത്തിനുണ്ട്.